ഈ പ്രതിഷേധിക്കുന്ന പെൺകുട്ടിയെ കണ്ടില്ലേ? ഇവരുടെ പേരാണ് സുചിത്ര ദേവി. ഇവർ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. 7 കോടി രൂപയാണ് ഇവരെ രാഹുൽ ഗാന്ധി പറ്റിച്ചത് എന്നാണ് അവരുടെ ആരോപണം. വളരെ ഗുരുതരമാണ് ഈ ആരോപണം. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, MP ആണ്, ഒരു പാർട്ടിയെ നയിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ്. എന്നിട്ട് കൂടി ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് ഗുരുതര ആരോപണമാണ് സുചിത്ര ദേവി ഉന്നയിക്കുന്നത്. 7 കോടി രൂപയാണ് രാഹുൽ ഗാന്ധി ഇവരിൽ നിന്നും കൈപ്പറ്റിയത് എന്നാണ്. മക്കളുമൊത്താണ് ഈ അമ്മ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നത്. ഇവർ ഒരു CJP-കാരിയല്ല. പ്രക്ഷോഭം നടത്താൻ ജന്തർ മന്ദിറിൽ വന്ന് പോലീസ് വാഹനം അടിച്ചു തീർക്കാൻ വന്നതല്ല. എന്നിട്ടും ഡൽഹി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് നേതാവാണ് സുചിത്ര ദേവി. സുചിത്ര ദേവി രാഹുൽ ഗാന്ധിയുടെ വീടിന് മുമ്പിൽ വന്ന് സമരം ചെയ്യുന്നത് 7 കോടി രൂപ രാഹുൽ ഗാന്ധി പറ്റിച്ചു എന്ന ആരോപണമായിട്ടാണ്. അതായത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് MLA സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് 7 കോടി രൂപയാണ് ഇവരിൽ നിന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും കൈപ്പറ്റിയത്. ഹരിയാന ബാവാൽ നിയമസഭാ മണ്ഡലത്തിലാണ് മത്സരിക്കാൻ സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ ചേർന്ന് പണം തട്ടിയിരിക്കുന്നതെന്നാണ്. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് പങ്കുണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, സദാഫ് ഖാൻ എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, അവരിൽ നിന്നും അവരും ഈ പണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തെളിവുണ്ട് എന്ന് പരാതിക്കാരി ആവർത്തിച്ചു പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വാട്സാപ്പ് ചാറ്റ്, ഓഡിയോ റെക്കോർഡുകൾ, ഇതെല്ലാം തെളിവായി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. വെറുമൊരു ആരോപണം ഉന്നയിച്ച് വന്നു പോയ ഒരു സ്ത്രീയല്ല. അവർ കൃത്യമായിട്ട് പണം നൽകി പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നീതി കിട്ടാതെ വന്നപ്പോഴാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതായത് 5 മാസം മുമ്പാണ് ഇവർ പരാതി നൽകുന്നത്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ആ പരാതിയോടുകൂടി തന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അടക്കം ഇവരെ ചേർന്ന് പുറത്താക്കുകയാണ്. ഡൽഹി നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകുന്നത്. ആ FIR-ൽ പറയുന്ന പേരുകളാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും സദാഫ് ഖാനും അടക്കമുള്ളവരുടേത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ അവരുടെ 7 കോടി രൂപ ഒരു MLA സീറ്റിന് വേണ്ടി നൽകിയിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി മക്കളുമായി വന്ന് സമരം ചെയ്യുന്നു ഡൽഹിയിൽ നമ്പർ 10 ജൻപത് റോഡിൽ. അതെന്താണെന്നറിയാലോ ആ റോഡ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി കുടുംബം, സോക്കാൾഡ് ഗാന്ധി കുടുംബം അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഈ പറയുന്ന ഗാന്ധി കുടുംബം കൈയടക്കി വെച്ചിരിക്കുന്ന നമ്പർ 10 ജൻപത് റോഡിലെ ആ വസതിയിൽ വെച്ചാണ് ഈ പണം വാങ്ങിയതെന്നാണ്. ആ നമ്പർ 10 ജൻപത് റോഡിൽ വന്നിട്ടാണ് ഇവർ അവിടെ സമരം ചെയ്യുന്നത്. ആ സമരം ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്നെ പറ്റിച്ചു വാങ്ങിയ 7 കോടി രൂപ തരൂ, നിയമസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഒരു തട്ടിപ്പാണ് വിളിച്ച് പറയുന്നത്. അവരും അതിൽ കുറ്റക്കാരിയാണ്. കാരണം ജനാധിപത്യപരമായിട്ട് ഒരു സീറ്റിൽ ഒരാൾ മത്സരിക്കുന്നത് പണം കൊടുത്തിട്ടാവരുത്. പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല MLA സീറ്റ്. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അവർ ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ജനകീയനായിട്ടുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് ജനപ്രതിനിധിയായിട്ട് വരേണ്ടത്. അത് ചിലപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകനായിരിക്കും. ആ പാർട്ടി പ്രവർത്തകന് അങ്ങനെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 7 കോടി രൂപ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കൊടുത്തവർ കുറ്റക്കാരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനിടയുണ്ടാക്കി അത് വില പേശി വാങ്ങിയെടുക്കുന്ന രാഹുൽ ഗാന്ധിയും കൊടിക്കുന്നിൽ സുരേഷും KC വേണുഗോപാലും സദാഫ് ഖാനും അടക്കമുള്ളവർ ഗുരുതര കുറ്റകൃത്യം ചെയ്തവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ മൊഹബത്ത് കാ ദൂക്കാൻ, മനസ്സിലായില്ലേ, സ്നേഹത്തിൻ്റെ കട, അത് ഇതാണ് എന്ന് വ്യക്തമാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തോ? അവരുടെ ഒരു പേര് പോലും പരാമർശിച്ചു? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഉരിയാടാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്? ഒരു BJP-കാരനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു BJP-യുടെ ഒരു പ്രവർത്തകനാണ് വന്നിട്ട് പറയുന്നത്, എൻ്റെ ഇന്നതാ അമിത്ഷായോ ഇല്ലെങ്കിൽ നിതിൻ നബീനോ ആരെങ്കിലും എൻ്റെ ഇന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചു സീറ്റ് തരാമെന്ന് പറഞ്ഞു, സീറ്റ് തന്നില്ല എന്ന് വന്ന് പറയുകയാണെങ്കിൽ എന്തൊരു അവസ്ഥയാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? ഈ രാജ്യത്ത് അത് ഇളക്കി മറിക്കില്ലേ? ജനാധിപത്യം ഇതാ കശാപ്പ് ചെയ്തിരിക്കുന്നു, ജനാധിപത്യത്തെ അട്ടിമറിച്ചിരിക്കുന്നു, ഇവിടെ ജനാധിപത്യമില്ല, ഫാസിസ്റ്റ് ഭരണം, തന്നിഷ്ടക്കാരെ അതും പണത്തിന് വേണ്ടി നിയമിക്കുന്നു, കാവി ഭീകരത, മോദി ഫാസിസം എന്നൊക്കെ പറഞ്ഞു വരില്ലായിരുന്നു? എന്താ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്നത്? ഇവിടുത്തെ മാപ്രകൾ വലിയ നവോത്ഥാന നായകന്മാരാണ്, വലിയ ഉത്തുംഗ ചിന്താഗതികളുള്ളവരാണ് എന്നൊക്കെയാണല്ലോ സ്വയം പറയുന്നത്. അവർക്ക് വടക്കോട്ട് നോക്കി കുരയ്ക്കാൻ അറിയാമല്ലോ. വടക്ക് ആരാണെങ്കിൽ ഹിന്ദുക്കളോ
BJPയോ ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കിക്കുറയ്ക്കും, ഇല്ലെങ്കിൽ മൗനമാണ്. കലാപം ഉണ്ടാക്കുന്നവരുടെ നിറം നോക്കിയിട്ടും കൊടിയുടെ അടയാളം നോക്കിയിട്ടുമാണ് ഇവർ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഭീകരർക്ക് വേണ്ടി പിന്തുണയ്ക്കാനായിട്ട് ഇവിടുത്തെ ഈ നമ്മുടെ മാപ്രകൾക്ക് യാതൊരു മടിയുമില്ല. അവർ ഒരു വക മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ന്യായ് പദ്ധതി ഇതാണ്. 7 കോടി രൂപ വാങ്ങിയിട്ടാണ് ഇവർ ഇങ്ങനെ സീറ്റ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്. അപ്പോൾ കൊടുത്ത സീറ്റുകളൊക്കെ എത്ര കോടിക്കായിരിക്കും വിറ്റത്? ഇതിൻ്റെ ദല്ലാളാണോ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, സദാഫ് ഖാനൊക്കെ? ഇവരൊക്കെ അതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുകയാണ്. ഈ ഗാന്ധി അമ്മയ്ക്കും 2 മക്കൾക്കും ഈ രാഷ്ട്രീയത്തിൽ ഈ സീറ്റൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് കോടികൾ എണ്ണി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ദല്ലാളാണോ ഇവർ 3 പേരും? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരവിടെ പ്രതിഷേധിക്കുന്നതുകൊണ്ട് നമ്പർ 10 റോഡിൽ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അവരെ പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിലെടുപ്പിക്കുകയാണ് ചെയ്തത്. പോലീസിനെ കൊണ്ട് കസ്റ്റഡിയിലെടുപ്പിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഇടപെടുന്നു. രാഹുൽ ഗാന്ധിയുടെ ആൾക്കാർ, പാർട്ടിയുടെ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇടപെട്ട് അവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. അവരവിടെ സമരം ചെയ്യുന്നതും അവർ പരാതി പറയുന്നതും രാഹുൽ ഗാന്ധി വാങ്ങിയ 7 കോടിയാണ്. അവരവിടെ അവരുടെ കയ്യിൽ നിന്ന് 2 മക്കളെയും കൂട്ടി വന്ന് അവർ സമരം ചെയ്യുന്നു. കോൺഗ്രസ്സിലെ അവസ്ഥ ഇതാണ്. സീറ്റ് കിട്ടണമെങ്കിൽ കോടികൾ കപ്പം കൊടുക്കണം. കപ്പം കൊടുക്കാതെ പറ്റില്ല. ഈ പറയുന്ന സോണിയയ്ക്കും മക്കൾക്കും കപ്പം കൊടുക്കാതെ ഒരു സീറ്റ് കിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് മിണ്ടുന്നുണ്ട്. അത് നിസ്സാരക്കാരിയല്ല, സാധാരണക്കാരിയായിട്ടുള്ള ഒരാളല്ലത്. മഹിളാ കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ സംസ്ഥാന അധ്യക്ഷയാണവർ. അവരുടെ കയ്യിൽ നിന്നാണ് 7 കോടി വാങ്ങിയത്. ആ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കുകയും ചെയ്തിരിക്കുന്നു പരാതിപ്പെട്ടതോടുകൂടി. ഇങ്ങനെ വളരെ ഗുരുതരമായ ജനാധിപത്യ ധ്വംസനമാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ളവരും നടത്തിയത്. എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി പറയേണ്ട, ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനെ പറ്റി പറയേണ്ട, ഒരു തരത്തിലുമുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി പറയേണ്ട, എല്ലാവരും മൗനം പാലിച്ചിരിക്കുന്നു. സുഖമാണ്. കോൺഗ്രസിനെതിരെയല്ലേ പറഞ്ഞിരിക്കുന്നത്? BJPക്കെതിരെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു, ഒരു കലാപത്തിൻ്റെ പ്രേരണയെങ്കിലും അവിടെ ഒന്ന് നടത്തി നോക്കാമായിരുന്നു. പക്ഷേ ഇവിടെ മിണ്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മാപ്രകളുടെ രീതി. 7 കോടിക്ക് ഒരു നിയമസഭാ സീറ്റെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. ഒരു പാർലമെൻറ്റ് സീറ്റിന് എത്ര രൂപയായിരിക്കും? ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് എത്ര കോടിയായിരിക്കും കോൺഗ്രസിൻ്റെ ഈ നേതാക്കൾ വാങ്ങുന്നത്? അപ്പോൾ പഞ്ചാബിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കൊയ്ത്തായിരിക്കും ഈ അമ്മയ്ക്കും മക്കൾക്കുമൊക്കെ. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയുടെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരവ് ഇപ്പോൾ കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമാണ്. ഇത് ഇവരുടെ താല്പര്യങ്ങൾ പണത്തിനോടാണ് എന്ന് തെളിയിക്കപ്പെടുന്നു. രാഹുൽ ഗാന്ധി 7 കോടി പറ്റിച്ചതിന് ഒരു സ്ത്രീ അവരുടെ മക്കളുമായി വന്ന സമരം ചെയ്യുകയാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാവ്. ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.